എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ കോഴിക്കോടേക്ക് പോകണ്ട. മുത്തുമോളെന്ന് നോക്കിയേ, എൻ്റെ ചേച്ചി പുറകിലുണ്ട്, ഉണ്ണിച്ചേട്ടായിൻ്റെ ഞാനുണ്ട്, മുത്തുമോൾ. ഞങ്ങൾ 3 പേരാണ്ട് പോകുന്നത്. വാവച്ചേട്ടായിൻ്റെ ഈ വൈകിയ വേളയിൽ ഞങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വാവച്ചേട്ടായി വീഡിയോ കാണുകയാണെങ്കിൽ കേട്ട് സന്തോഷിക്കട്ടെ. അപ്പോൾ രാവിലെ 8 മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട് കേട്ടോ. SM സ്ട്രീറ്റിൽ പോകണം, പിന്നെ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പെട്ടെന്നിട്ട പ്ലാനായിരുന്നു. ആദ്യം കുറേ തവണ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും നടന്നില്ല. ഇന്നലെ രാത്രി കൊണ്ട് സംഭവിച്ചൊരു സംഭവമാണിത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാൻ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ നോക്കണം ഗൈസ്. ഇപ്പം നമ്മൾ ഒതായി എത്തിയിട്ട് അപ്പോൾ സമയം ഏകദേശം ഒരു 10:15 ആകുന്നു. നമ്മൾ അരീക്കോട് ഒതായി ആ വഴി കൂടിയാണ് പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് മഞ്ചേരി അതിലേ പോകുന്നുണ്ടോ, അത് ഭയങ്കര ഒന്നുകൂടെ ലോങ്ങാ തോന്നുന്നല്ലേ. അതൊന്നുകൂടെ ലോങ്ങാണ്. ഞാൻ അതിലേ പോയിട്ടുള്ളൂ, ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നുള്ള രീതിക്കാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് ഉറക്കൊക്കെ വരുന്നുണ്ട്. എനിക്ക് കാറിൽ കയറി അപ്പം കിടന്നുറങ്ങണം, എന്താണെന്ന് അറിയില്ല. എനിക്ക് കാലേ ഡ്രീം ക്യാച്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, വൈറ്റ് കളറിൽ സാധനം കൊള്ളാം. എന്താ ഇവിടെ നിന്ന് വാങ്ങിച്ചത് ചേട്ടായി? 3 പോയപ്പോണ് ചേട്ടായി വാങ്ങി വെച്ചതാണ്. നല്ല രസമുണ്ട്. ഇവർ രണ്ടാളും ഇങ്ങനെ ഇരിക്കുന്നു. മുത്തുമോളത് അങ്ങനെ കിളിപാറിയിരിക്കുന്നുണ്ട്. ഇവിടെ ചേട്ടായി നല്ല ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഉറക്കം വന്ന് ഇങ്ങനെ ഉറക്കച്ചടവിലിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാവരും പറയട്ടെ, എന്നെ കൊണ്ട് എവിടെ പോയിട്ടും കാര്യമില്ല. അത് കാരണം ഞാൻ കുറച്ചു നേരം പോയി കഴിഞ്ഞാൽ വണ്ടി കിടന്നുറങ്ങാനും ശീലമുണ്ട്. എന്താണെന്നറിയില്ല, വീട്ടിൽ കിടന്നുറങ്ങിയില്ലെങ്കിലും വണ്ടി കയറി അപ്പം എനിക്ക് ഉറക്കം. നല്ല കുട്ടിയാണ്. രാവിലെ നമ്മൾ ചായക്ക് കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കോഴിക്കോട് ഇപ്പം മഞ്ഞപ്പിത്തം നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ബോട്ടിലിൽ വെള്ളമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ മഞ്ഞപ്പിത്തത്തിലാണ്. അതുകൊണ്ട് മറ്റേ ചൊരണ്ടി ഐസ് അങ്ങനത്തെ സംഭവ വികാസങ്ങളൊന്നും ഞങ്ങൾ കഴിക്കുന്നില്ല എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെ എത്തിയിട്ട് കാണാം. രണ്ടാളേതോ ലോകത്തിരിക്കുക. ഞാനിവിടെ ഒരു വ്ളോഗ് എടുക്കുന്നുണ്ടെന്നോ, ഞാനിവിടെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്നോ ഒരു ചിന്തയില്ല. ഒന്നും നോക്കി ചിരിക്കെങ്കിലും ചെയ്യാം അറ്റ്ലീസ്റ്റ്. അവിടെ എത്തിയിട്ട് കാണാം. അവിടെ ചേട്ടായി ഒരു ആയി കാണിച്ചു. എൻ്റെ ഫോണിൽ കാണാൻ നല്ല രസമല്ലേ. ഇപ്പൊ നമ്മളൊരു ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതെവിടെ സ്ഥലം? കോഴിക്കോട് എത്തിയിട്ട് ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പൊ ഉണ്ണിച്ചേട്ടായി എപ്പോഴും കുടിക്കാറുള്ള ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഇടയിൽ റോഡ് സൈഡിലുള്ള ആളാണ് കുടിച്ചു നോക്കണം. ഞാൻ അതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഇതാണ് സംഭവം. ഇതാണ് എൻ്റെ ചേച്ചി. സംഭവം ഇത് കൊള്ളാട്ടോ. ഇത് എന്തൊക്കെയാ ഉണ്ടാവും? മുന്തിരി ഉണ്ട്, പിന്നെ തേനുണ്ട്, എന്തൊക്കെയോ സംഭവം. ഇതിലെന്താ ചേർക്കുന്നേ? തേനും പഞ്ചസാരയും ബോയിൽ ചെയ്തെടുക്കുന്ന സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മുഖമാണ് ഇപ്പോൾ ഭയങ്കര അലർജി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ ഫേസിനൊക്കെ അത് ബാധിക്കും ഭയങ്കരമായിട്ട്. അത് അലർജിയാണ്. അത് ഓരോ ക്ലൈമറ്റ് മാറുമ്പോൾ വരുന്ന സംഭവം. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേനലാകുമ്പോഴൊക്കെ വരുന്നുണ്ട്. ഈ സാധനം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ ലാസ്റ്റ് ആ ഒരു മുന്തിരിങ്ങ ഇങ്ങനെ ഗിളുകിള നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ബോയിൽ ചെയ്യണോണ്ടാ തോന്നുന്നല്ലേ. ഇത് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കുടിക്കാണ്. റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ട്, ഇതുവരെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഫൈനലി ഇതിന്റെ ഫാനുമായി. ഇതിന്റെ ഫാനും ആയി. വാവച്ചേട്ടായി വന്നില്ല. വാവച്ചേട്ടായി മുത്തോളം അടിയോട് അടിയാണ്. മിണ്ടാ
മിണ്ടാതെ ഇരുന്ന അഹങ്കാരി പഞ്ചറാക്കുന്നു പറയുന്ന സാധനം കണ്ടോ നിങ്ങള്? ആ വാവച്ചേട്ടാ അതിനൊരു ഫോട്ടോ ഞാൻ ഈ സൈഡിലായിട്ട് എന്തായാലും സ്ഥാപിക്കുന്നതാണ് ഗൈസ്. നിങ്ങൾ ശരിക്കും കാണണം വാവച്ചേട്ടായിനെ. അവിടെ ഇപ്പൊ കാണിച്ചറിയിക്കുക. ശരിക്കും നമ്മൾ നാലാളും പോകുന്ന കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. വാവച്ചേട്ടായി, ഉണ്ണിച്ചേട്ടായി, ഞാനും മുത്തുമ്പോള് ഞങ്ങളങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. കാണിക്കേ ഇപ്പൊ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ഞങ്ങളെ വാവച്ചേട്ടായി. ശരിക്കും നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ആ തൊപ്പിട്ട. ഇതാണ് ഞങ്ങളെ വാവച്ചേട്ടായി ശരത്ത് എം എൻ അല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സുഖമായിട്ട് വന്നു. അങ്ങനെ തിരക്കൊന്നുമില്ല. വഴിയിലാണെങ്കിൽ വലിയ തിരക്കില്ല. ഞാൻ അവിടെ എത്തുമ്പോഴായിരിക്കും ഫുൾ ബ്ലോക്കും ആളുകളും തിരക്കൊക്കെ. രസമുണ്ട് കേട്ടോ. നമുക്ക് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ വ്യൂ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആകാശം കാണാൻ എന്ത് ഭംഗിയാണ്, മേഘങ്ങളും. ശരിക്കും നേരിട്ട് കാണേക്കാൾ എൻ്റെ ഫോണിലൂടെ കാണാൻ നല്ല രസം. ഫോണിലൂടെ കേട്ടോ ഒന്നുകൂടെ രസം തോന്നുന്നത്. ഞാൻ എൻ്റെ മുടി രണ്ട് സൈഡ് ഇങ്ങനെ ടിക്കി കുത്തി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ പറന്ന് ചെറിയ മുടി പറന്ന് ആകെ ഒരുമാതിരി ചുരുണ്ടായിപ്പോയി. ഇപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിരുന്നു, ഇപ്പൊ നേരെ ചുരുണ്ടു. അപ്പൊ നമ്മൾ നേരെ ഫസ്റ്റ് പ്ലാന് ഹൈലൈറ്റ് മാളിൽ പോവാനാണ്. അവിടെ ഏതോ ഒരു ഷോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. നല്ല ക്ലൈമറ്റ് ഉണ്ട്, അധികം വെയിലൊന്നുമില്ല, സൂപ്പറാ. നമ്മൾ ഹൈലൈറ്റ് മാൾ എത്തി. ഞാൻ കാണിച്ചത് ഇതാണ് നമ്മളുടെ ഹൈലൈറ്റ് മാള്. ഇത് ആക്ച്വലി സിറ്റിയിലല്ല, കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോരണല്ലേ. കുറച്ചുള്ളിലേക്ക് പോരണം കേട്ടോ ഹൈലൈറ്റ് മാളില്. ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നേരെ ഞാൻ ചേച്ചിയും കൂടെ പോയത് നമ്മളുടെ വാഷ്റൂമിലേക്കാണ് കേട്ടോ. ഞാൻ ചേച്ചി അത് തിരഞ്ഞ് നടക്കായിരുന്നു. ഫൈനലി കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റെഡി ആയതിനു ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയ മകളായതുകൊണ്ട് എവിടെ പോകണം എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണിച്ചേടായി വന്നു. ഉണ്ണിച്ചേടായിക്ക് ഇതൊരു ശീലമായതുകൊണ്ട് ഉണ്ണിച്ചേടേൻ്റെ പുറകെ ഞങ്ങൾ വെച്ച് പിടിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട് ഇവിടെ തന്നെയായിരുന്നു. ഉണ്ണിച്ചേടായി അവളെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വരാൻ വേണ്ടി. നമ്മളിപ്പോൾ ഈസി ബൈ എന്ന് പറഞ്ഞ ഷോപ്പ് തിരഞ്ഞ് നടക്കട്ടെ. അവിടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് ഡ്രസ്സ് കിട്ടുന്നതാണ് പറയുന്നത്. റേറ്റ് കുറവാണെന്ന് അവർ പറയുന്നുണ്ട്. ഉണ്ണിച്ചേട്ടായി പറഞ്ഞോട്. ഉണ്ണിച്ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും മൊബൈൽ പറ്റുന്നുണ്ടാവും. ആക്ച്വലി നമ്മൾ പോകുന്ന വഴിക്ക് ഇട്ടിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഹൈലൈറ്റ് മാളിൽ ഈസി ബൈ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ളത്. ഉണ്ണിച്ചേട്ടായി പറഞ്ഞു നല്ല അഫോർഡബിൾ ആയിട്ട് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാം എന്നുള്ളത്. അപ്പോൾ എനിക്കും ചേച്ചിക്ക് ഇപ്പോൾ കുറേ പുതിയ ഡ്രസ്സൊക്കെ എടുത്തത് കൊണ്ട് വലിയ മൂടുണ്ടായിരുന്നില്ല ഡ്രസ്സ് എടുക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ അവിടെ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെ നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും മാളായ മാളൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് ഇപ്പം നേരെ നമ്മൾ ഞങ്ങോട്ടാ പോകുന്നത് SM സ്ട്രീറ്റിലേക്ക് പോവാണ് കേട്ടോ. അവിടെയാണ് നമ്മളുടെ കലാപരിപാടി കിടക്കുന്നത്. അവിടെ എത്തിയിട്ട് കാണാൻ കഴിച്ചു. ഇപ്പം നമ്മൾ മാളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ SM സ്ട്രീറ്റിലേക്ക് പോവാണ് കേട്ടോ. അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പോയി ഓരോരോ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി പോകുന്നു കണ്ട്. ഞാൻ സ്റ്റുഡിയോ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ സ്റ്റുഡിയോ അവിടെ ഇല്ല. ഇവിടെ ഓരോ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളവിടെ കയറുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. പെട്ടെന്നായിരുന്നു നമ്മളുടെ പ്ലാനും പദ്ധതിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കസിൻസ് നേരെ SM സ്ട്രീറ്റിലേക്ക് വരുന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ണിച്ചേടനോട് നേരെ അങ്ങോട്ട് അവരെ പിക്ക് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ടോപ്പ് ഫോമിൽ നല്ല ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ അവർ ബിരിയാണിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഞങ്ങൾ അങ്ങനെ കഴിച്ചു. ഇനിയിപ്പോൾ വേറെ എവിടെയും പോയി ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സംഭവം കണ്ടത് കേട്ടോ. എനിക്ക് ഊഞ്ഞാലാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് നേരം ഊഞ്ഞാലാടാന്ന് വിചാരിച്ചു. അവരെല്ലാവരും അകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടാകും. അവരൊക്കെ കഴിക്കുന്നുള്ളൂ. ഞാനും ചേച്ചി നേരത്തെ കഴിച്ചിറങ്ങി. അപ്പോൾ രസം കേട്ടോ. നമ്മളെ വീട്ടിലിങ്ങനെ വന്നാൽ കെട്ടണം. ഇതൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാൽ അല്ലേ. ഞാൻ സഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിൻ്റെ പോലെ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയേക്കാൻ വേണ്ടി വൈകുന്നേരമൊക്കെ നമ്മൾ ഇന്ന് ഇങ്ങനെ സംസാരിക്കാനൊക്കെ നല്ലതല്ലേ. എൻ്റെ ഈ രണ്ട് മുടി വന്ന് കാറ്റ് കൊണ്ട് ഇവിടെ രണ്ടെണ്ണം ചുരുളു. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ലായിരുന്നു. പക്ഷെ വന്നത് ഇങ്ങനെയാണ്. എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി ചതിച്ചു.
ഇതാണ്ട് ചേച്ചിയുടെ ഷർട്ട് ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ച, ഞാനല്ല സഞ്ജുവേടൻ ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്ത ഷർട്ട്. അത് ഞാനിട്ടു. ഞാനെന്തായാലും കുറച്ചൊരു ഊഞ്ഞാലാകട്ടെ. അപ്പം നമ്മൾ SM ഇത് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഇവിടെ നിന്ന് എല്ലാവരും സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പക്ഷേ എങ്കിൽ പറയാൻ മറന്നുപോയി. ഇറങ്ങിയിട്ട് ഞാൻ ചിന്നുവിനോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ എങ്ങോട്ടാ നമ്മൾ വഴി മാറുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര വഴികളാണ്. അപ്പം നമ്മളിപ്പോൾ നേരെ എങ്ങോട്ടാ പോകുന്നേ? SM സ്ട്രീറ്റ് പറഞ്ഞു പഠിപ്പിച്ച പോലെ പറ. അതെ, ഞങ്ങളെല്ലാവരും കൂടെ SM-ലേക്ക് പോവുകയാണ്. ഒരു നീണ്ട യാത്ര പോവുക. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നതല്ല, വണ്ടിയുടെ അടുത്തേക്ക് നടക്കാനുണ്ട്. ദാണ്ട കൊച്ചിരിക്കുന്നു. ഇവരാദ്യമായിട്ടായിരിക്കും എൻ്റെ ഇങ്ങനത്തെ കൊക്കാമിച്ചൊക്കെ കാണുന്നത്. ഞങ്ങൾ 3 ആളിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ 5 പേരായിരിക്കുകയാണ്. ഞങ്ങളെ കസിനാണ് ഉണ്ണിച്ചേട്ടായി. ഉണ്ണിച്ചേട്ടായിയുടെ കസിനാണ് ചിന്നു. ചിന്നുവിൻ്റെ കസിനാണ് അഞ്ജലി. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കസിൻസാണ്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ക്ഷീണാണ്. അവിടെ എത്തിച്ച് കാണാൻ. സംസാരിച്ചുകൊണ്ട് എനിക്ക് നടക്കാനുള്ള ക്ഷമയില്ല. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ആളുകളുണ്ട്. എന്തായാലും ഒടുക്കത്തെ വെയിൽ കാണിട്ടാണ്. നല്ല വെയിലാണ്. ഈശ്വര, രാവിലെ ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. രാവിലത്തെ വ്ലോഗിലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റാണ്, അടിപൊളിയാണ്. പക്ഷേ ഇത് വെയിലാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, SM സ്ട്രീറ്റ് ഫുൾ ആളുകളും തിരക്കും കടകളും ഷോപ്പൊക്കെയാണ്. എന്തായാലും പോയി നോക്കട്ടെ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഞാൻ വ്ലോഗിലിടാം കേട്ടോ. ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ചേച്ചിക്ക് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കട്ടെ. ഉണ്ണിച്ചേട്ടായിയുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് എടുക്കാൻ വന്നതാട്ടോ. എൻ്റെ ചേച്ചി കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവൾ എന്നോട് അഭിപ്രായം ചോദിക്കുക. രസമുണ്ട്. നമ്മൾ കുർത്ത നോക്കിയിട്ട് അപ്പോൾ ഒരു കുർത്ത നല്ല ഭംഗിയിൽ അത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കും എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ കുർത്തയുടെ നമ്മൾ നോക്കിയത്. അപ്പം ഞങ്ങൾ ചേച്ചിക്ക് ടോപ്പൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ടോപ്പൊക്കെ നോക്കണം. ശരിക്കും നല്ല രസമാണ് ഇത് കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. ഓരോ ആൾക്കാർ ഒച്ചയമ്പ കളം വെച്ച് ഇവിടെ ഇത്ര 500 രൂപയ്ക്ക് 3 ടോപ്പ് 3 പലാസോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൂടെ കേൾക്കാൻ തന്നെ നല്ല രസമാണ്. എൻ്റെ മുടിയൊക്കെ ആകെ പാറിക്കോളം. നമ്മളാദ്യം ഇത് കൂടെ ഒന്ന് ചുറ്റി നടന്ന് നോക്കട്ടെ. ഭയങ്കര സൗണ്ടാണ്. അത് ചുറ്റി നടന്ന് നോക്കട്ടെ. ഏതെങ്കിലും ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ പോയി കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. ഏതിന് വില? ഞങ്ങൾ ഇവിടെ പല റീൽസിലായിട്ട് യെല്ലോ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കേട്ടിട്ടുണ്ട് കേട്ടോ. റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് 250 രൂപയ്ക്ക് ക്രോപ്പ് ഷർട്ടൊക്കെ. പക്ഷെ അതൊന്നും എവിടെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ യെല്ലോ ഷോപ്പ് തിരഞ്ഞ് നടക്കുകയാണ് ഗൈസ്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നല്ല രസമല്ലേ? ക്രിസ്മസ് അടുത്തതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും ഒരുപാട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ട്രീയൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല. നോക്കാം. ദർശന സുഖം. ഈ സ്റ്റാർ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള സ്റ്റാർ. നല്ല രസത്തിൽ ഷോപ്പിൽ നല്ല ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം പിന്നെ നമ്മൾ നേരെ പോകുന്നത് മാഷിനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മുത്തുമോളെ ഭയങ്കര ആഗ്രഹം ഇങ്ങനെ പ്രിന്റഡ് ഷർട്ടില്ല. മാഷ് അങ്ങനത്തെ ഷർട്ടൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഹാഫ് സ്ലീവ് പ്രിന്റഡ് ഷർട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കടേൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ എല്ലാ ഷോപ്പും ഒരേപോലെയാണ്. അല്ല, ഫാമിലി മാള്. ഇപ്പോൾ ഇവിടെ ഒരു ഫാമിലി മാളാണ്. റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഷോപ്പായിട്ട് അവിടെ കയറി നോക്കാം. പിന്നെ നമ്മൾ മാഷിനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മാഷ് ഇതുവരെ ഇടാത്തൊരു ടൈപ്പ് ഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
അപ്പൊ ആള് ഇടുമെന്നൊന്നും അറിയില്ല, എന്തായാലും നോക്കാം. മാഷ് ഇടുന്നില്ലെങ്കിൽ ഞാൻ ഇവള് ഇടുന്നോട്ടെ പറഞ്ഞിട്ടുള്ളേ. ഫാമിലി എന്ന് പറഞ്ഞാൽ ആ മാളിലെ ഞാൻ മറന്നു. അപ്പൊ നമ്മള് മാൾ എന്താ ഫാമിലി മാള് ഞങ്ങളെല്ലാവരും നട്ടം തിരിഞ്ഞ് നടക്കുകയാണ്. ഞാൻ 2 ടോപ്പ് എടുത്തിട്ടുണ്ട്, നോക്കാം, ട്രയൽ ചെയ്ത് നോക്കാം. ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ട്രയൽ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, കണ്ണിലെങ്ങനെ വെച്ച്. വിഷമിക്കണ്ട. വെയിറ്റിംഗ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഓരോ ഡ്രസ്സും ടോപ്പ് എടുത്തു. ഞാൻ ടോപ്പ് എടുത്തു, ചിന്നൊരു ഡ്രസ്സ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി പേഴ്സ് എടുത്തു കേട്ടോ. ഇതിന് 130 രൂപ അങ്ങനെ എന്തോ ആണ് ഉള്ളത്. സംഭവം കൊള്ളാം. എൻ്റെ ഫേസിൻ്റെ കഴുത്തൊക്കെ ഉണ്ടോ അലർജിയായിട്ട് മൊത്തത്തിൽ ചുമന്ന് തടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പൊടി നിറച്ച് പൊടിയാണ്, വെയിലുമാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞ് അപ്പുറത്തെ കടയിൽ പോയിട്ടുണ്ട്. അപ്പുറത്തെ ഒരു കുട്ടി ഷോപ്പുണ്ട്, കൂടെ നടക്കുന്നുണ്ട് അവള്. അപ്പോൾ ചിന്നു എന്തായാലും ബില്ല് ചെയ്യാൻ പോയിട്ടുണ്ട്. ചിന്നു വന്നിട്ട് കാണാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. വേറെ പരിപാടി പ്ലാനും പദ്ധതിയൊന്നുമില്ല, നേരെ ബീച്ചിൽ തന്നെയാണ്. അതെനിക്കിഷ്ടമായി. കൊള്ളാം അല്ലേ ചിന്നു? മാനാഞ്ചിറ സ്ക്വയറിന്റെ കൂടെ ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ചീറാന്ന് വെച്ചാൽ വെള്ളത്തിൽ. ഓക്കെ. അപ്പൊ ഇതെന്ന് വെച്ചാൽ 40 കൊല്ലത്തിന് ശേഷം കണ്ട് ഇത് വറ്റിച്ചു എടുത്ത് ഇപ്പോഴാണ് ഇതിപ്പോ ഇങ്ങനെ ക്ലീൻ ആക്കി. 40 കൊല്ലത്തിന് ശേഷം ഇതിന് അടിയിൽ ഒരു കിണറുണ്ട് അവിടെ. ആ പൈപ്പ് ഉണ്ട്, ഒരു കിണറുണ്ട്, വലിയ കിണർ. ഉള്ളിലെ ഈ പുഴയുടെ ഉള്ളിലായിരിക്കില്ലേ? അപ്പൊ നമ്മൾ കാറിന്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണ്ടോ? കാർ കുറച്ച് ദൂരെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നല്ല വണ്ടീൻ്റെ സൗണ്ട് ഉണ്ട്. എന്തായാലും കാറിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും നമ്മളുടെ വണ്ടിയിൽ എത്തിയിരിക്കുകയാണ്. നടന്ന് ക്ഷീണിച്ചു എന്ന് പറയാട്ടോ. നല്ല വെയിലും പിന്നെ മൊത്തത്തിൽ തിരക്കും, ആകെ ജഗ പോകാം. ഞാൻ മുടിയൊക്കെ പിടിച്ച് വേല കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിൽ പോയിട്ട് കാണാൻ നമ്മൾ മാഷിനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്കൊരു ടോപ്പ് എടുത്തു, പിന്നെ ചിന്ന ഒരു ഡ്രസ്സ് എടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഫ്രോക്ക്, അതിൻ്റെ മേലൊരു ഓവർ കോട്ടൊക്കെ വരുന്ന ടൈപ്പ്. പിന്നെ ഇവിടെ ഒരു പേഴ്സൊക്കെ എടുത്തു. അത്ര സാധനങ്ങൾ വാങ്ങിച്ചോളൂ. അത് കൂടെ ചുറ്റിപ്പറ്റി നടന്നിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ബീച്ചിലെത്തിയിട്ട് കാണാട്ടെ. ഇപ്പം കുറച്ചല്ലേ ഉള്ളൂ, ഒന്ന് കുറച്ചുള്ളൂ കേട്ടോ ബീച്ചിലേക്ക്. അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിട്ടോ. ഇത് മെയിൻ ബീച്ചല്ല, ബട്ട് റോഡ് ബീച്ചാണ് കേട്ടോ. ഇവിടെ കുറച്ച് മരങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം ഇവിടെ വന്നു. നല്ല വെയിലാണ്, വെയിലധികം മാറിയിട്ടില്ല. സംഭവം നല്ല കാറ്റ്. കൊള്ളാം. എല്ലാവരും വരിയായി നിരനിരയായി നടന്നു വരികയാണ്. ഇപ്പം നമ്മൾ വന്ന് ജസ്റ്റ് ഒരു കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു മീനിന്റെ മണം ആണ്. ഈ അയില വറുത്ത മണം ഉണ്ട് ഇതിന്. ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കടിച്ചു നോട്ടെ. ഞാൻ തിന്നില്ല കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ തിന്നണേ. ഇത് പനിഞ്ഞീന്റെ പോലല്ലേ, പനിഞ്ഞു പോലല്ലേ. എടി ഇത് നോക്ക്, നിനക്കല്ലേ ഫുഡ് ട്രൈ ചെയ്യാനൊക്കെ താല്പര്യം? സാധനം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. സഞ്ജുവെണ്ണം കഴിക്കുന്നുണ്ട്. എനിക്ക് കല്ലുമ്മക്കായ ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. എനിക്ക് മുട്ടോക്ക് മാത്രമേ ഇഷ്ടപ്പെടാത്തത് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് തോന്നുന്നു, എനിക്കുള്ളൂ. ഫൈനലി ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ എത്തിച്ചോ. ഏതാ ഉള്ളത്? വേറെ ഏതാ, ഏത് ഫ്ലേവറാണ്?
എനിക്ക് ചോക്ലേറ്റ് മതി. ജസ്റ്റ് ഒരു ടേസ്റ്റ് ഒക്കെ എന്താണ് കാണിക്കോ? ഞാനെല്ലാം ഇടും. മറഞ്ഞിരിക്കുന്നുണ്ട്, കണ്ടില്ല. ശരിക്കും ബീച്ചിൽ വന്നിട്ട് തീറ്റ കാര്യമായിട്ട് ബീച്ചിൽ കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല. നമ്മളിപ്പോൾ നേരെ മെയിൻ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് തണലാകാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരുന്നതായിരുന്നു. കടലിലേക്ക് ഇറങ്ങാനൊന്നും നിന്നില്ല, തണലിൽ തന്നെ എല്ലാവരും കഥ പറഞ്ഞിരിക്കില്ലായിരുന്നു. ഇനി മെയിൻ ബീച്ചിൽ പോയിട്ട് നമുക്ക് വരത്തില്ല. ഞങ്ങളിപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കാണ്ട് ഇന്ന് എന്തോ ബീച്ചിൽ സമ്മേളനോ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഫുൾ ബ്ലോക്കാണ്, മൊത്തം വണ്ടിയാണ്. അതുകൊണ്ട് എവിടെയോ ദൂരെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. ഫൈനലി ഞങ്ങൾ ബീച്ചിലെത്തി. ഇതിലിറങ്ങാൻ കഴിയോ? ഫുള്ള് നനഞ്ഞു. ഞങ്ങൾ അത്യാവശ്യം നനഞ്ഞു. മുട്ടിന്റെ നിലയ്ക്ക് വെള്ളം നിറച്ചിട്ടുണ്ട്. നല്ലത് വായി. വേറെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. എല്ലാത്തിന്റെ പാൻറ് നനഞ്ഞിട്ടിരിക്കുക. ഇവിടെ ഒരു മത്സ്യകന്യകല്ല, 2 മത്സ്യകന്യകന്മാരുണ്ട്. 2 മത്സ്യകന്യകന്മാരുണ്ട്. ഫുള്ള് വന്നപ്പോൾ മുതൽ വെള്ളത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കസിൻ അമ്മൂസ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സഞ്ജു വേണ്ട കുഞ്ഞമ്മയുടെ മോളാണ്. അവളിവിടെ ഏവിയേഷൻ പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങളെല്ലാം കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അധികം നേരം ഇവിടെ സംസാരിച്ചിരുന്നാൽ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ ലേറ്റ് ആകും എന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അമ്മൂനോട് പോവാണ് മോളെ ചേച്ചി പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ബീച്ചിലൊക്കെ കളിച്ചിട്ട് നേരെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ലേറ്റ് ആയാൽ വീട്ടിലെത്താൻ അത്യാവശ്യം നല്ലപോലെ ലേറ്റ് ആകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് ചിന്നൂനൊക്കെ വീട്ടിൽ കൊണ്ടാക്കാനുണ്ട്. അപ്പോൾ ഒരു വഴിയിൽ ഇറക്കി വിട്ടാൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് നേരെ പോകാൻ വേണ്ടിയിട്ട്. വേറൊരു പ്ലാനും പദ്ധതി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു ഇവിടെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഇനി പോകുമ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ധ്യ ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും പോകുന്ന ടൈം ആയിരിക്കും. എൻ്റെ സ്കിന്നിനാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ അലർജി കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിന്നും അഞ്ചൊക്കെ അവിടെ ഇറങ്ങി കേട്ടോ. അപ്പൊ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം അത്യാവശ്യമായിട്ടുണ്ട്, 6:12 ആയിട്ടുണ്ട് കേട്ടോ. നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് പിന്നെ എവിടെയെങ്കിലൊക്കെ കയറുകയാണെങ്കിൽ ഞാൻ ബ്ലോഗ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ആകെ ക്ഷീണിച്ചു പോയി. എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കം വരിക. നോർമലി ഞാൻ വരുന്ന വഴിക്കൊക്കെ കിടന്നുറങ്ങും. ഇന്നും ഉറങ്ങിയിട്ടില്ല. അതൊരു സംഭവമാണ്. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ക്ഷീണിച്ചു, അവശയായി ഗൈസ്. ഇനി വീട്ടിൽ ചെല്ലുക, കുളിക്കുക, കിടന്നുറങ്ങുക ലക്ഷ്യത്തോടു കൂടി പോവാണ്. നാളെയാണ് ഓഫീസുണ്ട്, അത് ആലോചിക്കാൻ പോലും വയ്യ. പോകുന്ന വഴിക്കാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷവായാണ്. ഷവായും പിന്നെ എന്തോ ഒരു അറേബ്യൻ റൈസുമാണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറൊരു ടൈപ്പ് ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.